ഒളിവിലുള്ള പാലക്കാട് എംഎൽഎ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കേരള പോലീസിന്. രാഹുൽ മാങ്കുട്ടത്തിൽ കർണാടകത്തിലേക്ക് കടന്നെന്നാണ് നിഗമനം. ഒളിവിൽ കഴിഞ്ഞത് തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഹൊസൂരിനടുത്തുള്ള ബാഗലൂരിലാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അവിടേക്ക് രാഹുൽ എത്തിയ കാറും കണ്ടെത്തി. കാറിൽ ഉണ്ടായിരുന്നയാൾ പോലീസ് എത്തിയപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു. 3 കാറുകളിലായി കർണാടകയിലെത്തിയ രാഹുലിന് പ്രാദേശിക സഹായവും ലഭിക്കുന്നുണ്ട്. രാഹുൽ ഉപയോഗിച്ച ചുവന്ന പോളോ കാറിന്റെ ഉടമയായ നടിയെയും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ടി വി പ്രസാദും അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ടി വി പ്രസാദിലേക്ക്. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ എംഎൽഎ ഉണ്ട്. ഈ തെരച്ചിലിന് കേരള പോലീസിന് കർണാടക പോലീസിന്റെ സഹായം കിട്ടുന്നുണ്ടോ, അതോ അവിടെ ഒളിയിടങ്ങൾ മാറാനുള്ള സഹായമാണോ പ്രസാദ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഗുഡ് ഈവനിങ്. സഹായം കിട്ടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. സർക്കാരിൻ്റെതായ ഒരു സഹായം ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സഹായം കിട്ടിയാൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നടിയുടെ ഉടമസ്ഥതയിലുള്ള അതല്ലെങ്കിൽ നടി ഉപയോഗിക്കുന്ന ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്ന് പുറപ്പെട്ടത് എന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിയിടങ്ങൾ തേടിയുള്ള യാത്ര പോലീസ് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഹൊസൂരിനടുത്ത് ബാഗലൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടേക്ക് പോലീസ് എത്തിയിരുന്നു. അവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന കാറ് കണ്ടെത്തിയത്. അത് ഓടിച്ചു എന്ന് സംശയിക്കുന്ന ആൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അവർക്കെല്ലാം വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സംഘമാണ് അവിടേക്ക് പെട്ടെന്ന് നീങ്ങിയത്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടെന്നേ പ്രസാദ്. ഇതിന്റെ അർത്ഥം പോലീസിന്റെ നീക്കങ്ങൾ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. രാഹുൽ ഒറ്റയ്ക്കല്ല, ഈ ഒളിവിലെ ഓട്ടത്തിന് കൃത്യമായ പിന്തുണ കിട്ടുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അഷ്കർ അലി കരിമ്പയുമുണ്ട് പ്രസാദ് നമുക്കൊപ്പം. അഷ്കറിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. അഷ്കർ, എന്തായാലും കർണാടക അതിർത്തിയിൽ കർണാടകത്തിലേക്ക് കടന്നു എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരിക്കും ഇപ്പോൾ മറ്റൊരു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കും പോകാനുള്ള ഒരു സാധ്യതയൊന്നും പോലീസ് തള്ളിക്കളയുന്നില്ലല്ലോ. തമിഴ്നാട് അതിർത്തി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ എങ്ങനെ പോകുന്നു? പൊള്ളാച്ചിയും അതുപോലെ കോയമ്പത്തൂരും ഈ 2 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ കർണാടകയിൽ നിന്നും വന്ന് ഫ്ളാറ്റിൽ വെച്ച് അപ്രത്യക്ഷമായ ദിവസം മുതൽ ആദ്യം തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിന്റെ വിവിധ ഇടങ്ങളിൽ രാഹുൽ എത്തിയെന്ന് കണ്ടിട്ട് അത് വ്യാഴാഴ്ച തന്നെ എത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു. വെള്ളിയാഴ്ചയും രാഹുൽ ഇത്തരത്തിൽ പൊള്ളാച്ചി എത്തുന്നത് സ്ഥിരീകരിക്കുന്നു. പൊള്ളാച്ചിക്ക് പിന്നാലെ തന്നെ പിന്നീട് കോയമ്പത്തൂരിലേക്കും രാഹുൽ എത്തുന്നുണ്ട്. അങ്ങനെ പൊള്ളാച്ചി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് 1ലധികം ദിവസങ്ങൾ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രാഹുലിന്റെ സഞ്ചാരപാത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് 1ലധികം തവണകളിലായി രാഹുൽ സിമ്മുകൾ മാറ്റി ഉപയോഗിക്കുകയും ഫോണുകൾ മാറ്റി ഉപയോഗിക്കുകയും നാട്ടിലുള്ള ചില ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഇങ്ങനെ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു പട്ടിക തന്നെ പോലീസ് തയ്യാറാക്കിയിരുന്നു. അങ്ങനെയാണ് രാഹുൽ സ്വന്തം സിമ്മും ഫോണും ഉപേക്ഷിച്ചിട്ട് പോലും പുതിയ സിമ്മിലേക്ക് സിം എടുത്തതോടുകൂടി അത് കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം അത് കേന്ദ്രീകരിച്ചുകൂടി നടത്തുകയും അഷ്കർ അലി കരിമ്പ, ഞാനൊന്ന് ഇക്ബാൽ അറക്കലിലേക്ക് പോവുകയാണ്. ഇക്ബാൽ അറക്കൽ, പാലക്കാട് ഫ്ളാറ്റിൽ 27-ാം തീയതി കൊണ്ടുവന്ന കാറിട്ട് അവിടെ നിന്ന് ഈ പോളോ കാറിൽ കയറിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകാറുള്ള സഹായികളെ അല്ല കൂടെ കൂട്ടിയത് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? അവിടെ നിന്നുള്ള പോക്ക് അത് എങ്ങോട്ടായിരുന്നു? ആദ്യം ഈ കാർ മാറി ഉപയോഗിക്കുന്നു. അപ്പോൾ മറ്റ് 2 കാറുകൾ ആരുടേതാണ്? ഈ സഹായങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്ന നിഗമനം എന്താണ് ഇക്ബാൽ? സുജിയ, ഈ അതിജീവിത ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയതിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘത്തെയും അതുപോലെ തന്നെ പോലീസിനെയും എല്ലാം വെട്ടിച്ച് തന്നെ രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതിന് തന്നെ കൃത്യമായ ഒരു പദ്ധതി രാഹുലും സംഘവും തയ്യാറാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഔദ്യോഗിക വാഹനത്തിൽ കർണാടകയിൽ നിന്നും പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ പിന്നീട് 2 ആഴ്ചയിലേറെയായി പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ ചലച്ചിത്ര താരത്തിൻ്റെതെന്ന് കരുതുന്ന ഈ ചുവന്ന പോളോ കാറിലാണ് രക്ഷപ്പെടുന്നത്.